ഹായ്, ഞാൻ ധന്യ. DR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മീൻ കറിയാണ്, വറുത്തരച്ച മീൻ കറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തേങ്ങ വറുത്തെടുക്കാനുണ്ട്. അതിനായിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാനിവിടെ 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ചുവന്ന മുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, അതും ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ കുറച്ചിട്ടാൽ മതി. പിന്നെ മല്ലി, മുഴുവനെയുള്ള മല്ലിയാണ്, അതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരു തണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാം. തീ കൂട്ടി വെച്ച് വറുത്താൽ തേങ്ങ കരിഞ്ഞു പോവുകയുള്ളൂ. ശരിക്കും എല്ലാ ഭാഗങ്ങളും വറുത്ത് കിട്ടില്ല. ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഒരു വശം മാത്രം മൂത്തു പോകും. ഇനി ഇത് ഒരുവിധം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ചട്ടിയുടെ ചൂടിൽ തന്നെ മഞ്ഞൾപ്പൊടി മൂത്ത് വന്നോളൂ. ഇനി ആ ചട്ടിയിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് മാറ്റി അത് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് അതൊന്ന് നന്നായി അരച്ചെടുക്കാം. ആദ്യം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായി അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വേണം അതിലേക്ക് വെള്ളം ഒഴിക്കാൻ. ഇപ്പൊ നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉലുവ എണ്ണയിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു 6 ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത് എടുത്തിട്ടുണ്ട്, അതൊന്നിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന ആ തേങ്ങയുടെ മിക്സ് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 കഷ്ണം കുടംപുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാളംപുളി അല്ലെങ്കിൽ കോൽപ്പുളി, അത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളത് വെള്ളത്തിലിട്ട് ആ വെള്ളം നന്നായി ചാലിച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി.
ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് കുടംപുളി ഇട്ടതിന് ശേഷം. ഇനി അതിലേക്ക് 1/2 കിലോ മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. ഇനി അത് അടച്ചു വെച്ച് വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതാണ് നല്ലത്. ചെറിയ തീയിൽ കിടന്ന് നന്നായി തിളച്ച് വെന്താലേ മീനിൻ്റെ ഉള്ളിലേക്കെല്ലാം പുളിയും എരിവുമെല്ലാം നന്നായി പിടിക്കുകയുള്ളൂ. ഇപ്പം മീനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, ചാറും കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ വറുത്തരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ എല്ലാം വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്